ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ല അടിപൊളി ഒരു തക്കാളി രസം കണ്ടാലോ. നല്ല കുരുമുളകൊക്കെ അങ്ങോട്ട് ഇട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തക്കാളിയുടെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രം ഈ രസം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എത്ര കൂടുതൽ തക്കാളി ഉണ്ടാവുന്നോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു രസത്തിന്. അപ്പോൾ ഒരു 7-8 തക്കാളി നല്ലപോലെ കഴുകിയെടുക്കാവുന്നതാണ്. കഴുകി ഇങ്ങനെ 4 കീറി ചെറുതായി ഞുറുക്കിയെടുക്കാം. ഒരു 2-3 ഉണ്ട വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. നല്ലപോലെ പൊളിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇടികല്ലിലേക്കിട്ട് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഒരുപാട് പേസ്റ്റായി പോകണ്ട. ചതയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ്. ചതച്ച് പാകപ്പെടുത്തി മാറ്റി വയ്ക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക. കടുകൊന്ന് പൊട്ടി വരണം കേട്ടോ. കടുക് പൊട്ടിയാലേ കറി നല്ലതാവൂ എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായി ഞുറുക്കിയത് ചേർത്ത് കൊടുക്കാം. കരിവേപ്പില എന്നിവ ചേർത്ത് നമ്മൾ ഈ ഞുറുക്കി വെച്ച തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെക്കണേ, ഇല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു പോകും. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. എല്ലാം ഒന്നിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇടിച്ചു വെച്ച ആ വെളുത്തുള്ളി ഇല്ലേ, അതോടെ ഇതിൻ്റെ മേളിൽ വെച്ച് കുരുമുളകും ഇട്ട്, കുരുമുളക് കുറച്ച് വേണമെന്നവർക്ക് കുറച്ചിടാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും അതേപോലെ ഇടികല്ലിലേക്ക് കുറച്ച് ജീരകം തട്ടിയിട്ട് അതുകൂടെ ചെറുതായിട്ട് ഒന്ന് തട്ടിയെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് പൊടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പാത്രം അല്ലെങ്കിൽ ഒരു മൂടി വെച്ച് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കാവുന്നതാണ്. ശേഷം പുളിവെള്ളത്തിനായി പുളി ഒരു ഉണ്ട വെള്ളത്തിലേക്കിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. അതിനകത്ത് അഴുക്കൊക്കെ കാണും. എന്നിട്ട് വേറൊരു വെള്ളം ഒഴിച്ച് വെക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയെല്ലാം നല്ല പോലെ വെന്ത് ഉടഞ്ഞിരിക്കും. തവി കൊണ്ട് തന്നെ നന്നായി ഒന്ന് കുത്തി ഉടച്ച് എടുക്കാവുന്നതാണ്. ഇങ്ങനെ പേസ്റ്റ് പരുവത്തിലായി കിട്ടണം കേട്ടോ. എളുപ്പത്തിന് വേണ്ടി ആരും ചൂടോടെ കോരി മിക്സിയിലൊന്നും ഇട്ട് കളയല്ല. ഞാൻ തുടക്കകാലത്ത് അങ്ങനെ ചെയ്ത് ആ ഒരു നാട് മൊത്തം രസമായ പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി പുളിവെള്ളം രസത്തിലേക്ക് ഒഴിക്കാവുന്നതാണ്. തിളയ്ക്കുമ്പോൾ ഇളം ചൂടുവെള്ളം നമുക്ക് എത്രയാണോ രസം വേണ്ടത് ആ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ തിളക്കട്ടെ കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ഡാർക്ക് കളറാവുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ദഹനക്കേടിനെല്ലാം വളരെ നല്ലതാണ്. ഈ ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് അമേരിക്കൻ മല്ലി. മല്ലിയുടെ അതേ സ്മെല്ലാണ് മല്ലിയിലയുടെ. ഞാൻ ഇന്ന് മല്ലിയിലയ്ക്ക് പകരം അമേരിക്കൻ മല്ലിയാണ് ചേർത്തത്. നിങ്ങൾക്ക് മല്ലിയിലയും തൂകി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബും കമൻറ്റും മറക്കല്ലേ.